മോദിജിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അതായത് 2 ദിവസം വിളിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഒരു നല്ലൊരു റിപ്ലൈ കിട്ടും, സമാധാനം എന്നെ ഒരു ആശംസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വരെ പിന്നെ മറ്റൊരു അറിയിപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ നാസ സൂര്യനെ പഠിക്കാനായിട്ട് വിടുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതി വെച്ചിരുന്നു. സൂര്യനകത്ത് സദാ പലവിധ ശബ്ദങ്ങളുണ്ടെങ്കിലും സദാ ഓം എന്നൊരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുന്നുണ്ട്. മാഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ ഭയങ്കര വിചിത്രമായ സംഭവങ്ങളാണ്, വലിയ കാര്യങ്ങളാണ്. പക്ഷെ അത് ഇവിടെ ഇവർക്ക് അതൊരു വലിയൊരു ഇതില്ല, ഇവിടെ അവർ പ്രസിദ്ധീകരിക്കും തോന്നുന്നില്ല. പക്ഷെ ഇത് അതിനകത്ത് അതിനെക്കുറിച്ച് എഴുതാനുള്ള ആധികാരികമായിട്ട് എഴുതാനുള്ള ആൾക്കാരും ഇവിടെ ഇല്ല. നമസ്കാരം, ഞാൻ സുദർശനൻ കൊല്ലം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാനിവിടെ പറയുകയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ വർഷങ്ങൾക്ക് മുൻപേ എഴുതി വെച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാസ അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നു. അപ്പം അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ സമാധാനവും സന്തോഷമുണ്ട്. കാരണം ഞാൻ എഴുതി വെച്ചിരുന്ന പല കാര്യങ്ങളും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്ഷരം ഞാൻ എഴുതിയത് തിരുത്തി തരുന്ന എൻ്റെ ഭാര്യയാണ്, നല്ല കൈയക്ഷരത്തിൽ എഴുതുന്ന എൻ്റെ ഭാര്യയാണ്. അപ്പം അതിനകത്ത് ഞാൻ ഓം എന്ന് എഴുതിയിട്ട് ഞാനത് വെട്ടിയിട്ട് സദാ കരിവണ്ട് മൂളുന്ന മാതിരി ഒരു ശബ്ദമുണ്ടെന്നും അതിനകത്ത് ശബ്ദ തരംഗങ്ങളും അതിനകത്ത് എന്തുമാത്രം വിധിശക്തി ഉണ്ടെന്നും അതിൽ നിന്നുണ്ടാവുന്ന അണുക്കള്, അതിനകത്ത് ഘോര മഴകളും പല പല കാര്യങ്ങൾ, അതിൻ്റെ ശബ്ദ തരംഗങ്ങൾ എന്തെന്നൊക്കെ ഉള്ളത് ഞാൻ എഴുതിയിരുന്നു. അതൊക്കെ നാസ ഇപ്പൊ പോയതിനു ശേഷമാണ് അവർ അത് കണ്ടെത്തി എന്ന് പറഞ്ഞത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതിയിരുന്നു ഇങ്ങനെ അന്യഗ്രഹ ജീവി ഉണ്ടെന്നും. അപ്പം അതിനകത്ത് അവര് വന്നിരിക്കുന്ന പേടകത്തിന്റെ രൂപരേഖകളും മറ്റു കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അവർ വന്ന് കാലങ്ങൾക്ക് മുമ്പേ അവർ ഭൂമിയിൽ വന്നു മടങ്ങുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ 1984 ഞാൻ സൗദി അറേബ്യയിൽ പോയിരുന്നു. ആ സമയത്താണ് എൻ്റെ നാവിൽ നിന്നും യാദൃച്ഛ്യമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കുറിച്ചൊരു വാക്ക് പറയേണ്ടി വന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ ഒരു മരണത്തെക്കുറിച്ച്. കാരണം എല്ലാവരും ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരേറി വന്നാൽ 10 നാൾ, ഈ 10 നാളിനുള്ളിൽ അവരുടെ അംഗരക്ഷകരാൽ അവർ സ്വയം മരിക്കപ്പെടും എന്ന് പറഞ്ഞു. അത് സത്യമായി അത് കേട്ടിരുന്നവരെല്ലാം പിന്നെ എന്നോട് അത് ഒരു വലിയ ഭയപ്പാടോടെയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാതില്ല ഇരുന്നു. ഒരു 3.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ പല കാര്യങ്ങളും സത്യമായി വന്നപ്പോൾ ഞാൻ എഴുതി തുടങ്ങി. 1984, 85, 86 കാലഘട്ടങ്ങളിൽ അതും ഞാൻ വളരെ ഗംഭീരമായി എഴുതി വെച്ചിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്നിപ്പം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ എഴുതിയിരുന്നു ഒരു മാരകമായ ഒരു അണുമനുഷ്യനെ വേട്ടയാടുമെന്നും വൈദ്യശാസ്ത്രം എൻ്റെ പകച്ചു നിൽക്കും, നിരവധി പേര് മരിച്ചു വീഴുന്നു. ഇത് കാലങ്ങൾക്ക് ശേഷം ഒരു കൊറോണ എന്നുള്ളൊരു പേരിൽ അത് വരികയും ചെയ്തു. പക്ഷെ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ജലപ്രളയം ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. നരേന്ദ്രമോദിജിയുടെ ഞാൻ പറഞ്ഞിരുന്നു, കേന്ദ്രത്തിലൊരു MP പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നതാണ്, കേന്ദ്രത്തിൽ BJP എന്ന പാർട്ടി ഈ ഒരു കാലത്ത് വൻ ഭൂരിപക്ഷത്തിൽ വരുമെന്നും വന്നാൽ അപ്പം 3 പേരുടെ പേരെഴുതിയപ്പോൾ അതിനകത്ത് നരേന്ദ്രമോദിജിയുടെ പേരും എഴുതിയിരുന്നു. ഈ 3 പേരിൽ നരേന്ദ്രമോദിജി ആയിരിക്കും വരാൻ സാധ്യതയും അദ്ദേഹം 5 മുതൽ 15, 20 കൊല്ലം തുടർ ഭരണം നടത്തുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചു. തിരുവനന്തപുരത്തോ രാജഗോപാൽ നിന്ന ജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്തുള്ളൊരു വിഷമം എനിക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1994 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയാണ് ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ തിരുത്തി നല്ല കൈയക്ഷരത്തിൽ എഴുതി തന്നത്. അതിനുശേഷം ഞാൻ ഇത് ലോകത്തോട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2006 മലയാള മനോരമ ദിനപത്രത്തിൽ എൻ്റെ ഒരു സുഹൃത്തായ ഹസ്താൻ മരതൻ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കയ്യിൽ ഇതുകൊണ്ട് കൊടുക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം അതൊരു 18 മാസം വരെ കയ്യിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അത് തിരിച്ച് എന്തായെന്ന് തിരക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം അത് ഒരു മേശന്ന് എടുത്തിട്ട് അതിനെ നിറയെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തട്ടിയപ്പോൾ ഞാൻ നല്ല സാറേ തന്നവൻ ഞാൻ പൊടി തട്ടി വേണ്ട അന്ന് പറഞ്ഞ പുള്ളി തന്നെ അത് പൊടി തട്ടി റെഡിയാക്കിയിട്ട് എൻ്റെ അടുത്ത് തന്നിട്ട് പുള്ളി പറഞ്ഞു, മാഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ ഭയങ്കര വിചിത്രമായ സംഭവങ്ങളാണ്, വലിയ കാര്യങ്ങളാണ്. പക്ഷെ അത് ഇവിടെ ഇവർക്ക് അതൊരു വലിയൊരു ഇതില്ല, ഇവിടെ അവർ പ്രസിദ്ധീകരിക്കും തോന്നുന്നില്ല. പക്ഷെ ഇത് അതിനകത്ത് അതിനെക്കുറിച്ച് എഴുതാനുള്ള ആധികാരികമായിട്ട് എഴുതാനുള്ള ആൾക്കാരും ഇവിടെ ഇല്ല. അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും അതിനകത്ത് ഇത്ര അവർ താപത്തിലാണ് വസിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊരു പക്ഷെ ഉണ്ടാവാം. മാഷൊരു കാര്യം ചെയ്ത് കൊണ്ടുപോയിട്ടൊരു വിനോദ വിജ്ഞാനം പോലെ ഒരു സ്റ്റോറി പോലെ എഴുതിക്കൊണ്ട് ഞാൻ പത്രം ഇവിടെ ഇവരുടെ അടുത്ത് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സാറെന്നും പറഞ്ഞ് ഞാനത് വാങ്ങി
വന്നു. ഞാൻ ആ പത്രം അത് കഥയാക്കാൻ വേണ്ടി ഞാൻ എഴുതി, പക്ഷേ ഞാനത് കൊടുത്തില്ല. അതെൻ്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്ത് 2014 മാതൃഭൂമിയിൽ ഞാൻ കൊണ്ട് MK സുരേഷ് എന്ന് പറഞ്ഞ പുള്ളിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോയി. അപ്പം പുള്ളി ഫോട്ടോസ്റ്റാറ്റ് വാങ്ങിയൊക്കെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ഞാൻ വായിക്കിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കുറേ മാസങ്ങൾക്ക് ശേഷം ചെന്ന പുള്ളി പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ കൊടുത്തെങ്കിൽ അവരിത് അപ്രൂവൽ ആക്കി തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അന്ന് കൊല്ലം ആനന്ദവല്ലശ്വര അമ്പലത്തിൻ്റെ അടുത്ത് ആയിരുന്നു അന്നത്തെ അവരുടെ ഒരു ഓഫീസ്. അപ്പം അവര് നേരെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് കൊണ്ട് കൊടുത്തിട്ട് പുള്ളി കുറേ നാൾ ഞാൻ ചെന്നപ്പം പുള്ളി പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ കൊടുത്തെങ്കിൽ അവർ അപ്രൂവൽ ആക്കി തരാം. അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ തരാമോ സാറേ, ഒറിജിനൽ എൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് അത് തന്നേ പറ്റുള്ളൂ, എങ്കിലേ അവർ അപ്രൂവൽ ആക്കും. അപ്പം ഞാൻ എന്ത് ചെയ്ത് വന്നിട്ട് എൻ്റെ ഭാര്യ എടുത്തത് പറഞ്ഞ ഭാര്യയെ കൊണ്ട് ഇത് ഞാൻ രണ്ടാമത് എഴുതിച്ചിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കീറി മാറ്റിയിട്ട് കാര്യം പറഞ്ഞു ഞാൻ എഴുതിയ കാലത്തിൻ്റെ ഒരു പഴക്കം വേണമല്ലോ, അതിന് വേണ്ടി അത് ഞാൻ ഫ്രണ്ടിൽ ഉൾക്കൊള്ളിച്ച് ബാക്കി കുറച്ച് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ടൊക്കെ ഞാൻ കൊടുത്തത്. പക്ഷെ അത് ഈ കാലം ഇത്രയായിട്ടും ഇതുവരെ തിരിച്ചു തന്നെ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് പുള്ളിയും പറയുന്നത് അത് അവർക്ക് അവിടെ പ്രസിദ്ധീകരിക്കാൻ എന്തോ ഒരു തടസ്സമുണ്ട്. അപ്പം ഇത് അവര് ഓഫീസ് ഷിഫ്റ്റ് ചെയ്ത് വെള്ളേട്ടമ്പലത്തിന്റെ കുറെ അപ്പുറം ഭാഗത്തോട്ട് ഇവര് ഷിഫ്റ്റ് ചെയ്തപ്പോഴേ പുള്ളി പറയുന്നത് എങ്ങനെയോ കൈമോശം വന്നു, എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് എടുത്തുതരാം. ഇത് പുള്ളി തന്നിട്ടില്ല, അതും പോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കേരള കൗമുദിയിൽ ചെന്നിട്ട് ദീപു രവി സാർ, ദർശൻ രവി സാറിന്റെ പക്കൽ ഇതെല്ലാം കൊടുത്തു. അവരന്നേരം കുറച്ച് ഒരാളിനെ വിളിച്ചിട്ട് ഇതെല്ലാം കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണം, ബഹുപരമായുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും വാങ്ങി. അതും 2006 കൊണ്ടു കൊടുക്കുന്നത്. വാങ്ങി വെച്ചു. അവിടുന്ന് ഒരു റിപ്ലൈ കിട്ടില്ല. അങ്ങനെ പുള്ളി പറഞ്ഞ് ദർശൻ രവി സാർ പറഞ്ഞ് കൊല്ലത്ത് ഓഫീസിൽ ഇതിൻ്റെ എല്ലാം കൂടെ ചുരുക്കി ഒന്ന് അവിടെ ഒരാളുടെ പേര് പറഞ്ഞ്, പുള്ളിയുടെ വൈഫും അവിടെ ജോലിക്കാരാണ്. അപ്പം പുള്ളിയുടെ എന്നും തിരുവനന്തപുരത്ത് വരുന്ന ആളാണ്. അപ്പം പുള്ളിയുടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ന് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതെല്ലാം ചുരുക്കി കറക്റ്റ് ചെയ്ത് പിന്നെ നല്ലപോലെ പാക്ക് ചെയ്ത് നല്ലപോലെ ഇത് ചെയ്ത് വേണം കൊടുക്കണ്ടേന്ന്, കവറിലിട്ട് വേണം കൊടുക്കാൻ. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം റെഡിയാക്കി കൊല്ലം ഓഫീസിൽ ഇത് കൊടുത്തു. അദ്ദേഹം തിരുവനന്തപുരത്ത് കൊടുത്തെന്ന് പിറ്റേന്ന് ഞാൻ ചെന്ന് പറഞ്ഞു എല്ലാം കൊടുത്തിട്ടുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അതും ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനം ടിവിയിൽ നമ്മുടെ ഇദ്ദേഹം സുരേഷ്, അദ്ദേഹത്തിന് ഒരു തമിഴിന്റെ കയ്യിൽ നിന്ന്, എനിക്കന്ന് ഈ ഫോണില്ല, അങ്ങനെ ഒരു തമിഴ് മുടിവെട്ടൻ തമിഴുണ്ട്, അവന്റെ ഫോണിൽ നിന്നും ഈ സുഖമരുത്തർ അണ്ണം പറഞ്ഞ പ്രകാരം ഞാനിത് പുള്ളിയുടെ ഫോണിലോട്ട് അയച്ചു കൊടുത്തു. പക്ഷെ അതും അയച്ചു കൊടുത്തത് കുറേ കാലം അങ്ങനെ കിടപ്പാണ്, ഒരു മറുപടി ഒന്നും എനിക്ക് കിട്ടിയില്ല. അത് നമുക്കൊരു വിഷമമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സിന്റെ സിസ്റ്റത്തിൽ കിടപ്പുണ്ട്. ചില അവരുടെ കൈക്ക് നേരെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ചിലർ മടക്കി തന്നു, ചിലർ ഇതുവരെ മടക്കി തന്നിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിനുശേഷം 2012 കവിയും നോവലിസ്റ്റും ഗാനഗീതമായ സുഹുമരുത്തൂർ എന്ന് പറഞ്ഞ എൻ്റെ വർഷങ്ങളുള്ള എൻ്റെ ജ്യേഷ്ഠതുല്യന സുഹൃത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് കൊടുത്ത് അണ്ണ ഇതൊന്ന് ഓർഡർ ആക്കി തരണമെന്ന് പറയാം. അദ്ദേഹം അങ്ങനെ ഇത് മേടിച്ച് ഓർഡർ ആക്കി തരാൻ നേരത്തെ പുള്ളി ഇത് വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പരപ്പോടെ സുദർശൻ എന്തു ഇത് എഴുതിയിരിക്കുന്നത്, ഇതിനകത്ത് അന്യഗ്രഹ ജീവികളുടെയും സൂര്യൻ്റെ അകത്ത കാര്യങ്ങളും ഈ അണു വരുമെന്നും ഇതെന്ത് കേരളത്തിൽ പ്രളയം ഉണ്ടാവും, നരേന്ദ്രമോദി ഇങ്ങനെ വരുമെന്നൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്ന ഒരു അത്ഭുതമാണ്. ഇത് ഭയങ്കര സംഭവമാണ്, ഇത് നിസ്സാരമല്ല, ഇതൊരു ബുക്കാക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഓർഡർ ആക്കി എനിക്ക് എഴുതി തന്നു അദ്ദേഹം. അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനം TV, നമ്മുടെ ജന്മഭൂമി, നമ്മുടെ കൊല്ലത്തെ ജന്മഭൂമി അല്ല പത്രത്തിൽ 2006 കൊടുത്തപ്പോൾ സതീശന്റെ അവിടെ ഇരിക്കുന്ന സതീശനാണ്, അദ്ദേഹത്തിന്റെ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് വായിച്ചു നോക്കും. അതിനകത്ത് ഒരു വാക്ക് കണ്ടു, ഓ രാജഗോപാൽ തിരുവനന്തപുരത്ത് നിന്നാൽ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഓ പുള്ളി ജയിക്കൂ, അത് അവിടെ പിന്നെ അവിടുത്തെ മാസ്റ്റർ പാർട്ടിക്കാരോടൊപ്പം. ഞാൻ പറഞ്ഞൊരു കാര്യം സാർ അതിഞ്ഞെടുക്കുക, എൻ്റെ കൈത്ത. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി തന്നില്ല. ഇല്ല, ഞാൻ വേറൊരു കാര്യം വേർന്നുകൊണ്ട് പറഞ്ഞതല്ല, എന്നെ സമാധാനിപ്പിച്ചിട്ട് ഇരുത്തിയിട്ട് പുള്ളി എന്നെ വിട്ടു. അത് പിന്നെ അവസാനം 2008 ഞാൻ പോയി തിരിച്ച് മേടിച്ചിരുന്നു. അത് ഞാൻ തിരിച്ചു തരാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു മേടിച്ചു. പിന്നെ അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ 2025 ജന്മഭൂമി തിരുവനന്തപുരത്ത് ആർ പ്രദീപ് സാറിൻ്റെ കയ്യിൽ ഈ എഴുതിയിരിക്കുന്ന മുഴുവൻ രേഖകളും കോപ്പി ഞാൻ കൊണ്ടു കൊടുത്തു. 2025 25 കൊടുത്തിട്ട് ഇതുവരെ പുള്ളി ഒന്ന് വിളിക്കുക പോലും ചെയ്ത, വിളിച്ച ഫോണ് പോലും എടുക്കത്തുമില്ല. മുഴുവൻ കോപ്പിയും കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രൊഫസർ വാന നിരീക്ഷണം നടത്തി എൻ്റെ നാട്ടിൽ നടന്ന ഒരാളുണ്ട്, ഇയാളെ കയ്യിൽ ഇതെല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു. മൊത്തം കൊണ്ട് കൊടുത്തിട്ട്
മാസങ്ങളോളം കൊണ്ട് കൊടുത്തിട്ട് ഒരു അനക്കമില്ല. എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം വാന നിരീക്ഷണം നടത്തുന്ന ഒരാളാണെന്നോ മറ്റൊന്നോ. എനിക്ക് പ്രൊഫസറാണെന്നറിയാം. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ മേടിക്കാനായിട്ട് ഇത് ചെന്ന് പറഞ്ഞ് അയ്യോ വൈഫ് പറഞ്ഞ് പുള്ളിക്കാരൻ അതൊന്നും വായിച്ചിട്ടില്ല, ഇനി വായിക്കാനുണ്ട്. അപ്പം പുള്ളി ഇറങ്ങി വന്നു, അയ്യോ സുദർശൻ ഇത് ഞാൻ കുറെ കൂടെ വായിക്കാനുണ്ട്, വായിച്ചിട്ട് തരാം. അപ്പം എന്തോ എൻ്റെ ഞാൻ പറഞ്ഞ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു ഇത് പോയി തിരിച്ച് മേടിക്കണം ഇയാളുടെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇയാളുടെ വൈഫ് ഇരുന്നുകൊണ്ട് ഇവിടെ ഓഫീസിനകത്ത് ഇരുന്നുകൊണ്ട് ഇവിടെ വീട്ടിലെ ആ ടൈപ്പ് റൈറ്റിംഗിൽ ഇത് കോപ്പിയാക്കുന്നു. പറഞ്ഞ മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞത് എന്തിനാ ഇത്, അത് കോപ്പിയാക്കി ഞാൻ വായിച്ചോളാം. അപ്പം നമ്മളുടെ അത്രയൊരു സാധുവായതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞിന്, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ എനിക്കിത് ഇപ്പം വേണം, ഇത് ഞാൻ കോപ്പിയായി വായിച്ചിട്ട് ഞാൻ റിസൾട്ട് തരാം, ഉറപ്പായിട്ടും ഞാൻ ഇതിന് വേണ്ടെന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ നാളെ ഞാൻ വരും, തിരിച്ചു തരണം. അപ്പം പിറ്റേന്ന് ഇപ്പം ഇവർ ആ വീട്ടിൽ ആരും ഇല്ല. അങ്ങനെ ഒരാഴ്ച ഞാൻ തുടരെ പോയിട്ട് ഒരു വീട്ടിൽ ആരും ഇല്ല. ഒരു ദിവസം ചെന്ന് ഞാൻ ഇത് കൈപ്പറ്റി ഞാൻ മേടിച്ചുകൊണ്ട് പോരുന്നു. അതിനെപ്പറ്റി പുള്ളി ഒന്നും എന്നോട് പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേണ്ടി നമുക്ക് ഒരുപാട് ഉപകാരം ഇത് മോദിജിയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഇത് ഇംഗ്ലീഷിലാക്കി തരാനായിട്ട് എൻ്റെ ജ്യേഷ്ഠതുല്യനായ നമ്മുടെ പീക്ക് റോസിയുടെ പ്രൊഡ്യൂസർ ഗോപൻ ചേട്ടൻ, അദ്ദേഹം അതായത് പ്രൊഫസറും നാടകകൃത്തും ഒക്കെ ആയ കേന്ദ്ര ഗവൺമെന്റ് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള മധു സാറ്, അദ്ദേഹത്തിന് ഇതെല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് മൊത്തത്തിൽ ഇംഗ്ലീഷ് ആക്കിയായിരുന്നു. ഇത് മൊത്തം വായിച്ചു നോക്കി ഇത് ഇംഗ്ലീഷ് ആക്കിയപ്പോൾ പുള്ളിക്ക് തന്നെ അമ്പരപ്പും അത്ഭുതവും ഉണ്ടായി. ഇപ്പം പുള്ളി അതിൻ്റെ ഈ ഒരു പുസ്തകത്തിന് വേണ്ടി ഉള്ള ആമുഖങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കും കൗതുകം തോന്നി, ഇത് എന്തോ ഒരു അത്ഭുതകരമായ എഴുത്താണ് സുദർശനെ പോലെ ഒരാൾ എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ അവത്തുങ്ങൾക്കെല്ലാം ഇതിന്റെ സത്യങ്ങൾ അറിയാം, ഗോപൻ ചേട്ടനും ഒക്കെ അറിയാം. ഗോപൻ ചേട്ടനും പിന്നെ നമ്മുടെ സുഖസാറിൻ്റെയും സുഖമരുവത്തൂറും അവരുടെയും പിന്നെ അവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മധുസാറിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് പറയുന്നതും ഇങ്ങനെ ഒരു സംഭവം ഒന്ന് ഇംഗ്ലീഷിലാക്കി മോദിജിക്ക് അയക്കണം എന്ന് പറയുകയും അങ്ങനെയാണ് മധുസാർ ഇത് മൊത്തം വായിച്ചു, അത് ഇംഗ്ലീഷിലാക്കുകയും അപ്പം ഗോപൻ ചേട്ടൻ ഇത് പിന്നെ നരേന്ദ്രമോദിജിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പം അയച്ചു കൊടുത്ത പ്രകാരം അപ്പോൾ എന്നോടും പറഞ്ഞ് എനിക്ക് വേണ്ടി ഞാൻ അയക്കുന്നതായിട്ട്, അത് അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് അയക്കുന്നതായിട്ടാണ് അവരയച്ചത്. അപ്പം ഞാൻ അയക്കുന്നതായിട്ട് കൂടെ അയക്കാനായിട്ട് എനിക്കൊരെണ്ണം തയ്യാറാക്കിയത്. അങ്ങനെ ഞാനും അയച്ചിരുന്നു. അങ്ങനെ അവരയച്ച കൂട്ടത്തിൽ സുഖസാറിൻ്റെ നമ്പറാണ് വെച്ചിരുന്നത്, സുഖർണൻ്റെ നമ്പറാണ്. അങ്ങനെ അവരെന്നെ ആദ്യം മോദിജിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അതായത് 2 ദിവസം വിളിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല റിപ്ലൈ കിട്ടും, സമാധാനം എന്നെ ഒരു ആശംസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം സുഖസാറിനെ അവിടെ ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സുദർശൻ എഴുതിയ കാര്യത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ട്, അത് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ പിന്നെ മറ്റൊരു അറിയിപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞു തീർച്ചയായിട്ടും മോദിജിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തും, മോദിജി വിളിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ശ്രദ്ധയിൽ ഒന്നും പെട്ടോന്ന് എനിക്കറിയില്ല. പിന്നെ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയാനും കഴിഞ്ഞില്ല. എന്തായാലും ഞാൻ എഴുതിയ കാര്യങ്ങൾ മൊത്തം മോദിജിയുടെ ഓഫീസിലെത്തി എന്നുള്ളതും അവരെ വിളിച്ചെന്നുള്ളതും വളരെ സത്യമായ കാര്യങ്ങളാണ്. അതിന്റെ രേഖകളൊക്കെ നമ്മളുടെ ഉണ്ട് താനും. അപ്പം ഇതിനകത്തുള്ള വിഷമം എന്ന് പറയാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും ഒരു സാധാരണ മനുഷ്യനായ എൻ്റെ അറിവിൽ വന്ന ചിന്തയിൽ വന്ന കാര്യങ്ങൾ ഇതിനെ മുഖവിലക്കെടുക്കാതെ എന്തോ ഒരു അഭിജ്ഞ പോലെ എന്തോ ആർക്കും ഞാൻ ഒരുപാട് പേർക്ക് നിരവധി പേർക്ക് ഞാൻ ഓരോന്ന് വരാൻ വാട്സപ്പിൽ പല സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അതായി തുടരുന്നുണ്ട്. ഒരുപാട് പേരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിച്ചു തന്നിട്ടില്ല. പല യൂട്യൂബേഴ്സിന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. നല്ല കുറെ യൂട്യൂബേഴ്സ് ഇത് ചെയ്തിട്ട് അതിനെപ്പറ്റി അവർ എടുത്തിട്ടിട്ടുണ്ട്, നല്ലൊരു കാര്യമെന്നും പറഞ്ഞ്. പിന്നെ ചില വ്യക്തികൾ അതിനകത്ത് ഞാൻ വരച്ച ചില പടങ്ങളുണ്ട്, ഈ പ്രകൃതിയെ കുറിച്ച് വരച്ചൊരു ചിത്രമുണ്ട്. അത് ചിലര് ഞാനറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഫേസ്ബുക്കിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടെന്നറിഞ്ഞപ്പോൾ അത് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് നിറഞ്ഞതാണ്. അപ്പം ഇപ്പോൾ ഇന്നലെയാണ് ഞാനിങ്ങനെ നാസയുടെ പിന്നെ ഒബാമയും ട്രംപും കൂടെ ഇതിൻ്റെ ഇങ്ങനെ രഹസ്യം അന്യഗ്രഹ ജീവി ഉണ്ട് എന്ന് ഉള്ള രഹസ്യം പുറത്തുവിട്ടത് എൻ്റെ ശ്രദ്ധയപ്പെട്ടെ. അപ്പം എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ എനിക്ക് വിഷമമുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതി വെച്ചു, ഇവിടെ ഈ അന്യഗ്രഹ ജീവികൾ നമ്മൾ വിചാരിക്കുന്ന മുമ്പ് ഇവിടെ വർഷങ്ങൾ മുമ്പ് ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നും അവർ സഞ്ചരിക്കുന്ന പേടകം ഏത് മാതിരിയുള്ളതാണ് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ട്. അപ്പം ഇതെങ്കിലും കണ്ടും കേട്ടിട്ട് ഇതിനൊരു പരിഹാരം പൊതുജനങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ
വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.